ഇവരെ ലോകത്തെണ്ടിയാണ്, ചെറ്റാണ്, കള്ളനാണ്, നിങ്ങളെ പറഞ്ഞ ഒക്കെ പറ്റിക്കാണ്. ഒരു കാരണവശാലും ഇവന്മാരാണെന്നൊന്നും വിശ്വസിക്കരുത്. അപ്പൊ നമുക്കിന്ന് വീക്കെൻഡിന് നമ്മുടെ കൂടെ ഒന്നിച്ച് കിട്ടിയതാണ്. ഇത് നമ്മുടെ വിനുവാട്ട, നമ്മുടെ കമ്പനിയിലുള്ള ഡ്രൈവറാണ്. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താന്ന് വെച്ചാല് ഈ എരിവുള്ള കറി ഇങ്ങനെ കൊണ്ട് തീറ്റിക്കലാണ്. ലോട്ടോ സ്പൈസി സ്പൈസി. അപ്പൊ അവന് കുറച്ച് ഉപ്പ് കുറഞ്ഞതേ പ്രശ്നമുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. എരി ഞങ്ങൾ കുറച്ചിട്ടാ കൊടുത്തത്. നമ്മളെ കൊണ്ട് പറ്റുന്ന ഇത്രയൊക്കെ ഉള്ളൂ, നമ്മൾ ചെയ്യും. ആശാൻ ഏറ്റുണ്ട, ആശാന് എരിവ് എന്നൊക്കെ പറഞ്ഞ എമ്മാര് എരിവ് തരാ. ഞാനിവിടെ കിടന്ന് വലിക്കുക, അപ്പളാ പുള്ളി ഇവിടെ കിടന്ന് ഇതാകും, മൂക്കിക്കോടൊക്കെ വെള്ളം വരുന്നു. നിങ്ങൾ അയാളെ കൊന്നു കേട്ടാ. പുള്ളി സുല്ല് ഇട്ട് കേട്ടാ. ചോറ് മാത്രം എടുക്കുന്നുണ്ട്. കഷ്ടപ്പെട്ടു കൊന്നു കളഞ്ഞാണ് പാവം. പാവം കഴിഞ്ഞേട്ടാ. ഹായ്, എന്തുണ്ട്, സുഖമല്ലേ? നമ്മളിപ്പോൾ പോൾഡിലുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതിപ്പോൾ ഇപ്പം പോകാൻ പോകുന്ന ബേസിലേക്കാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡിറക്കാൻ വന്നിട്ട് വണ്ടി കിടക്കുവാണ്. നല്ല കാറ്റ്, അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. ദൈവം നല്ല കാലാവസ്ഥ വന്ന് അനുഗ്രഹിച്ചു. ഞാൻ ഒരു ഉക്രൈനി, പിന്നെ നമ്മുടെ വിനുവേട്ടൻ, 3 ആൾ കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള കമ്പനി ഇവിടെ പാർക്കിങ്ങിൽ വണ്ടി കിടപ്പുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും ഒരാളെയും കാണാനില്ല. അപ്പോൾ ഇതെൻ്റെ വണ്ടി, ഇത് നമ്മുടെ വിനുവേട്ടൻ്റെ വണ്ടി, ഇത് നമ്മുടെ ഉക്രൈനി ചങ്ങായിൻ്റെ വണ്ടി. ഉക്രൈനി ചങ്ങായി പിലിപ്പ അങ്ങനത്തെ പേര് കേട്ടോ. പുള്ളി രാവിലെ അലക്കി ഉണങ്ങായിട്ടിരിക്കുന്ന കേട്ടോ. ഇതാണ് ഉണങ്ങായിട്ടിരിക്കുന്നത്. അപ്പോൾ ഫുഡും പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അവൻ്റെ ഫേവറേറ്റ് ഒരു ഫുഡ് ആക്കിയിട്ടുണ്ട് അവൻ വീക്കെൻഡിൽ. അപ്പോൾ നമ്മളവനെ ഇന്നലെ നമ്മൾ ചിക്കനൊക്കെ കൊടുത്ത് സൈഡാക്കിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എരിവ് പുള്ളിക്ക് അത്ര പറ്റുന്നില്ല. അപ്പോൾ അത് കുഴപ്പമില്ല, അവനത് ഓക്കെ, അവർ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ ആശാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ കുക്കിംഗ് ആണ് കേട്ടോ ഉള്ളിൽ. ഇതാവുണ്ടോ, ഇത് അവിടുത്തെ ബോർഷ് കേട്ടോ, ബോർഷ്. അപ്പോൾ അതാ വിനുവാട്ടർ ഇതാണ്ട് ഫുഡ് കേട്ടാ, ചോറ് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ മൊത്തം അലങ്കോലമാക്കി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ. അതൊന്നും കാണിക്കണ്ട. നമ്മളെ മനസ്സിലാക്കാത്ത നമ്മുടെ ആൾക്കാരുണ്ട്. സർഗി നമ്മുടെ ഒരു കേരളക്കാരനായി കേട്ടോ, പക്കാ മലയാളിയായി. പുള്ളി ചെറിയൊരു മദ്യപാന ആരോഗ്യത്തിന് കാര്യം പറഞ്ഞില്ലാന്ന് വേണ്ട. അപ്പോൾ ഇവർ അടിക്കുന്ന ഗ്ലാസ് ഇതാണ് കേട്ടോ, ഷോർട്ട് ഗ്ലാസ് അല്ലേ ഇത്, ഇതിലടിക്കണം. നമ്മൾ ഇന്ന് വെള്ളമടി ഇല്ല, നമ്മൾ ഫുഡ് അടിയുള്ളൂ. നമുക്ക് ഇന്ന് രാത്രി ലോഡൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റൂല. അപ്പോൾ പുള്ളി നാളെ രാവിലെ 11 മണിക്ക് ഇറക്കുള്ളൂ. അപ്പോൾ പിന്നെ പുള്ളിക്ക് വിഷയമില്ല. നല്ല ചങ്ങയാണ് കേട്ടോ, അടിപൊളി ഫ്രണ്ടാണ്, സൂപ്പറാണ്. നമ്മളോട് കൂടി കേട്ടോ, ഇന്നലെ മുതൽ നമ്മളോട് കൂടിയിട്ട് നമ്മൾ ഇന്നലെ കുറച്ച് എരിവുള്ള ഫുഡായി പോയി. രണ്ട് ദിവസം നമ്മളോട് വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നോർമൽ ആവുന്നതാണ് പുള്ളി പറഞ്ഞത്. കുഴപ്പമില്ല, അടിപൊളി. അപ്പൊ ഇന്ന് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഇത് ഇവര് ഇന്നലെ തന്നാട്ടാ, ഇത് നമ്മുടെ ചങ്ങായി തന്നതാണ്, ഇന്നലെ തന്നതാണ്. കുക്കുംബറിന്റെ ഞാൻ ഇന്നലെ അടിച്ചിരുന്നത്. ഇതിനകത്ത് വേറെന്നുള്ള സാധനം ഉണ്ട് കേട്ടോ, അടിപൊളിയാ. അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനാട്ടോ. ഇത് ഇവിടെ പോളണ്ടിൽ കിട്ടുന്ന, ഇത് ഉക്രൈനിൽ കിട്ടുന്നതല്ല കേട്ടോ, ഇത് പോളണ്ടാണ്. ആ തണ്ടിന് ഭയങ്കര കട്ടി. കൊള്ളാം.
പിന്നെ അടിച്ച് തീറ്റില്ല. നമ്മൾ കുക്കിങ്ങും പരിപാടിയൊക്കെ വണ്ടീൻ്റെ ബേക്കിംഗ് ആണ് കേട്ടോ. ഇതിൽ നിന്നല്ല, ഇത് വെറും മണ്ണാണ്. വെറും മണ്ണ് പോലത്തെ സ്ഥലമാണ് മൊത്തത്തിൽ. നമ്മുടെ കമ്പനി വരുന്ന അവിടെയാണ് കേട്ടോ ലോഡ് ഇറക്കണ്ടേ. അല്ല, ഇത് നമ്മുടെ കുക്കറാണ്. ഇവൻ പറയുന്നു ഉക്രൈനിലും അതുണ്ടെന്ന്. തപ്പുവാണ് കേട്ടോ, മാറിപ്പോയി. ആ ഉണ്ട് കേട്ടോ. സാധനം ഗൾഫിലെ പോലത്തെ ഒരു സംഭവം കേട്ടോ. ഗൾഫിലെ പോലത്തെ ഒരു ലുക്കുള്ള സംഭവം. ആ മറ്റേ ടാപ്പൊക്കെ വരുന്നില്ലേ? It's Afghan. Afghanistan. അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഗൾഫ് സാധനം തന്നെ. ഓക്കെ, ഇതാണ് സാധനം. അപ്പോൾ സാധനം ഗൾഫിലെ സാധനം തന്നെ കേട്ടോ, മാറ്റമൊന്നുമില്ല. ഗൾഫിലെ സംഭവം തന്നെ. ബോർഷയാണ് കേട്ടോ. ബോർഷേ അടിപൊളി സാധനം കേട്ടോ. അടിപൊളി സംഭവം. മയണൈസാ. ഇതിനകത്തെ മയണൈസ് ഒഴിക്കണം. അവനിങ്ങനെയാണ് അടിക്കുന്നത്. അതേപോലെ. ഓ, ഞാനിവിടട്ടെ ഇങ്ങനെ. അയ്യോ, അപ്പൊ ഇത് ഇളക്കണ്ടേ? സ്പൂണ് തന്നെ കൊള്ളാം കേട്ടാ. അടിപൊളിയാണ്. ഞാൻ തട്ടി സംഭവം അടിപൊളിയാണ്. സൂപ്പർ സാധനം. ഇത് ചോറാട്ടോ. ചോറ് എടുത്ത് വെച്ചോളൂ. ഇപ്പം വലിയ അവസ്ഥയായി. കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഇത് ഇളക്കണം. അതിപ്പോൾ ഇതെടുത്ത് കുത്താലോ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതെടുത്ത് തന്നെ പരിപാടി. കളർ ചേഞ്ച് ചെയ്യും. ഇത് കുറച്ച് കൂടിപ്പോയല്ലേ സംഭവം. ഇത് കുറച്ച് കൂടിപ്പോയാണ് സാധനം. വേറെ ലെവലായണ്ട. റിച്ച് സാധനമാണ്. അതായത് ഉക്രൈൻ്റെ ഫേവറേറ്റ് ഫുഡിൽപ്പെട്ട സംഭവമാണിത്. അടിപൊളി സാധനം. ഭയങ്കര സാധനം കേട്ടോ. റിച്ച്. എനിക്കിനി വേണം. സൂപ്പർ സാധനം. സൂപ്പർ. നോ നോർമൽ. സൂപ്പർ. ഇഷ്ടപ്പെട്ടു കേട്ടാ. അവനും അടിച്ച് വീഡിയോ എടുക്കുക. ഇത് കഴിഞ്ഞാല് അവൻ ഇതിൽ കഴിക്കും കേട്ടാ. നമ്മുടെ കൂടെ കഴിക്കും. നമ്മള് ഇച്ചിരി എരിവുള്ള കറി ഇന്നത്തെ അവൻ കഴിക്കുന്നതായിരിക്കും. അടിപൊളി. ഇത് പോർക്കാണ് കേട്ടോ. ഒരു പോർക്ക്. വാട്ട് ഈസ് ദ ഇൻഗ്രീഡിയൻസ് ദിസ് പോർഷെ? പൊട്ടറ്റോ, Potato പയറ്, and ടൊമാറ്റോ and I don't know English. Kapusta. കപ്പൂസ്ത എന്താന്ന് എനിക്ക് അറിയത്തില്ല. ഉള്ളി. ഓനിയൻ. Yes. И water. ഫിനിഷ്. അത്രേ ഉള്ളൂ കേട്ടോ. ചെറിയ പരിപാടിയേ ഉള്ളൂ. И meat. പിന്നെ പോർക്കും. അതായത് ഇതിൻ്റെ സത്ത് മൊത്തമാണ് ഇതിനകത്തോട്ട് ഇറക്കുന്നത് ഇവര്. അങ്ങനെയാണ് ഫുഡ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടാ. നമ്മൾ പുള്ളി ഫുഡ് അടി തുടങ്ങി. ചോറ്, നമ്മുടെ ചിക്കൻ കറി. പുള്ളി പോർഷ കഴിച്ച് കഴിഞ്ഞില്ല. ഇത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഫുഡ് പിടിക്കും. ഇത് പോർഷേൻ്റെ അകത്ത് ഉള്ള ഇതാണ് കേട്ടോ. മീറ്റാണ്. ഇതിൽ ഫ്ലേവറില്ല. ഫ്ലേവർ മൊത്തം അതിലിറങ്ങി. ഇത് നമ്മുടെ ചിക്കൻ കറി, ചോറ്, തൈര് കേട്ടോ. നമ്മുടെ പുള്ളി എടുക്കാൻ തുടങ്ങി ചിക്കൻ. നമ്മളെ കേരള സ്പൈസി ചിക്കൻ. ടുഡേ നോട്ട് സ്പൈസി. No spicy. No. With beef. യു ഈറ്റ് നോ പ്രോബ്ലം. ബാത്റൂമൊക്കെ ഉണ്ട് അവിടെ അപ്പുറത്ത്, അതുകൊണ്ട് കുഴപ്പമില്ല. Yesterday too much concentrate. Today ഇന്നലെ കുറേ വലിച്ചായിരുന്നു. ഞാൻ വീഡിയോ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ വരും. good. Nice? No spicy today. Little bit. Little bit.
അപ്പോൾ ഇന്ന് സംഭവം ഇറച്ചിയിലേക്കൊക്കെ കയറി പിടിച്ചു കേട്ടോ. Yogurt. Good yogurt, no spicy. ഇന്ന് കള്ളുകൂടി ഒന്നുമില്ല കേട്ടോ, ഡീസൻ്റാ. അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ബൈ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സോങ് ഇല്ലേ, ഗിമി ഗിമി, ഓ സീ യു ലേറ്റർ, അതൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഫോണിൽ എടുത്ത് നമുക്ക് കാണിച്ചു തന്നെ കേട്ടോ. ഇതാണ് ഇന്ത്യൻ സോങ് ആണെന്ന് പറഞ്ഞത്, നമുക്കറിയത്തില്ലായിരുന്നു. അതില്ലേ അപ്പോൾ അത് പുള്ളി നമുക്ക് കാണിച്ചു തന്നെ കേട്ടാ. ഇത് പാലാണ്, പാല്. അപ്പം ഇനി വണ്ടി പോയിരിക്കാനുള്ള പരിപാടിയാണ്. നല്ല ചെങ്ങായി കേട്ടാ. ഇങ്ങനെയൊക്കെയാണ് ഡ്രൈവേഴ്സ്. ഇതിന് രാജ്യമില്ല, വരമ്പുകളില്ല, ഒരു കൂപ്പും കുടച്ചക്കറും ഇല്ല കേട്ടോ. ഡ്രൈവർമാരാണ് എവിടെ പോയാലും നല്ല കമ്പനിയാണ്. അപ്പം വൈകുന്നേരത്തെ പരിപാടി തുടങ്ങുകയാണ്. നമ്മൾ എല്ലാവരും വന്നിട്ടുണ്ട്. വിനുവേട്ടൻ്റെ പാട്ട് കച്ചേരിയൊക്കെ കേൾക്കുന്നുണ്ട്. എൻജോയ് സോങ്. ചായ പറഞ്ഞേ, എനിക്ക് കുറച്ച് ചായ അധികം വേണേ. ഇതിൽ വെക്കാവുന്ന ഞാൻ വെച്ചുതരാം കേട്ടോ. വിനുവേട്ടൻ പോയി കുളിയെല്ലാം കഴിഞ്ഞാട്ടോ. ഇവിടെ കുളിക്കാനുള്ള സംവിധാനമുണ്ട്. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. അവനാട്ടോ ഇത് നമ്മളോട് കൂടി അടിപൊളിയായിട്ട് ഇത് പൊക്കിയായി. അവനെ ഞങ്ങള് നമ്മുടെ ആളാക്കി കേട്ടോ, കേരളക്കാരനാക്കി. യു കം ടു മീ കേരള, ഇന്ത്യ. അത് ഇഷ്ടപ്പെട്ടു. അവൻ പറയുകയും ചെയ്തു കേട്ടോ. നമ്മുടെ കൂടെ കൂടിയിട്ട് ഭയങ്കര എൻജോയ്മെന്റ് ആയി. അവൻ്റെ കൂടെ ഒരു ഉക്രൈനി ഉണ്ടായിരുന്നു, അവന് അത്ര കമ്പനി ഇല്ല എന്നെല്ലാം പറയുന്നത്. ചോറിട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി പരിപാടിയെല്ലാം പുറത്താട്ടോ. അവർ അതിൻ്റെ ബേക്കിൽ കിടന്ന് പണിയെടുക്കുന്നുണ്ട്. ഇനി ഞാനും പോകും അങ്ങോട്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കിടന്ന് ചോറായിക്കോളൂ. ഇനിയിപ്പോൾ പതുക്കെ അങ്ങോട്ട് പോവാം. സൂര്യനെ കാണാൻ വേണ്ടി നല്ല രസമില്ലേ, അസ്തമിക്കാൻ പോകുന്ന ഭാവം കേട്ടോ. ചെറുതായിട്ട് ഇവിടെ മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് കണ്ടോ, ആകാശമെല്ലാം കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന. മഴ പെയ്തിട്ട് നമ്മൾ 2 വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. മഴ പെയ്തിട്ടുണ്ടോ വെള്ളം നിൽക്കുന്നത്, നമ്മുടെ വണ്ടിയിലുണ്ട് കേട്ടോ. ചെറുതായിട്ട് തൂളിയതേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് വേറെ ഭീകര മഴയൊന്നും പെയ്തിട്ടില്ല, തുളിച്ച മാത്രം. നീ എപ്പോഴും കുക്ക് ചെയ്ത് നീ എന്താ എനിക്കൊരു പണി തരാത്തത്? അത് നമുക്ക് കുഴപ്പമില്ല. കം 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 എൻ്റെ അമ്മ അവനെ പിടിക്കാനാ പറഞ്ഞ, അവൻ ചാടാ എന്നാ ഞാൻ ചത്തു. അവന് നല്ല വെയിറ്റ് ഉണ്ട്. അതെ, ചായ വെച്ചു കേട്ടോ. ചായ കുടിക്കുന്ന പരിപാടിയാ. നമ്മളോട് കൂടിയിട്ട് നല്ലൊരു മെമ്മറി അവന് കൊടുക്കാം അല്ലേ. നാളെ നമ്മൾ ഇന്ത്യക്കാരെ കാണുമ്പോൾ അവൻ ഇങ്ങനെ പറയണം, നമ്മൾ നല്ല 2 ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തായിരുന്നു എന്ന് പറയണം. അതിന് വേണ്ടിയാണ് കേട്ടോ. ഇത് പൊങ്ങച്ചം കാണിക്കുന്നൊന്നുമല്ല കേട്ടോ. നമുക്ക് പുള്ളീനെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമ്മൾ പുള്ളീൻ്റെ കൂടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകും. നമ്മുടെ കൂടെയാണ് ചായ കുടിക്കുന്നത്. ഇത് നമ്മളാണ് പരിപാടി മൊത്തം വെച്ചത്. ഇത് ഇന്ന് അവനെ ആക്കി തന്ന കേട്ടാ. നമുക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരുന്ന മൊത്തം പുള്ളിയാട്ടോ. ഞാൻ ആളുണ്ടെങ്കിൽ ഞാനൊരു സ്ഥലത്തും കുക്കിങ്ങിന് കയറാറില്ല, കാരണം എനിക്ക് എന്നെ തന്നെ പേടിയാ. മഴ തുടങ്ങിയേട്ടാ. വെളുത്തുള്ളി ഇല്ല, വെളുത്തുള്ളി തീർന്നു. വെളുത്തുള്ളി എടുക്കാൻ വേണ്ടി അവൻ പോകുന്ന. നല്ല അടിപൊളി മഴ കേട്ടോ. ട്രെയിലറിൻ്റെ മേലെ നിന്ന് ഇങ്ങോട്ടാണ് ചേരുക, അതുകൊണ്ട് ഇങ്ങോട്ട് വെള്ളം ഊറ്റുന്ന വേണം. വെള്ളം ഊറ്റുന്ന ഇവിടെ ഊറ്റുന്നത് നേരെ തലയ്ക്ക് മേലേക്കാണ് വരുന്നത്. പ്രോപ്പറുള്ളതിൻ്റെ അഹങ്കാരമാണെന്ന് തോന്നുന്നു കേട്ടോ. മഴ നനയ്ക്കുന്നതുകൊണ്ടേ. അതെയാ, അറിയാ. ഞാനിപ്പോ ലിങ്ക് അയച്ചു കൊടുത്തില്ല. ഞാനിത് മറ്റേ ഇതിന്റെ ഇത് കണ്ടു, ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്, 1-2 വീഡിയോ. അവരിത് സാധനം വെളുത്തുള്ളി എടുത്തിട്ട് വന്നു, അത് കളഞ്ഞിട്ടാ വന്നത് കേട്ടാ. എടുക്കാൻ വേണ്ടി പോതാ, മിസ്സായിപ്പോയി. വേണ്ട, ആവി വറക്കുന്ന ചോറായിട്ടുണ്ട് കേട്ടാ. ഇതാണ് നമ്മുടെ റൈസ് കുക്കർ. റൈസ് കുക്കറിൻ്റെ ഗുണം അതാ. 3 ആളുടെ ചോറാണ് ഇത്.
കുറച്ച് രാത്രിയായി പോയി. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. ആയ പോലെ ഫുള്ളായിട്ടൊന്നുമില്ല, കുറച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഇത് സ്റ്റീം പോകും. ടൈറ്റ്. ആ ചോറായി ഫുള്ളാട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാൽ അപ്പുറം ഇല്ല. ആ കിടക്കുന്നത് വെള്ളമല്ല കേട്ടോ, ഈ വെള്ള കളർ കാണുന്നത് വെള്ളമല്ല കേട്ടോ, മിസ്റ്റ് അടിച്ച് കിടക്കുന്നതാണ്. ഉണ്ടോ എത്ര അടിപൊളിയായിട്ട് കിടക്കുന്നത്. വെറുതെ അല്ല, തണുപ്പ് കേട്ടോ, നല്ല തണുപ്പാണ്. ഇതങ്ങ് വരെ ഉണ്ട് കേട്ടോ, ഇങ്ങ് തറ്റം വരെ ഉണ്ട്. ഞാൻ ഓർത്ത് വെള്ളമാണ്. എന്നിട്ട് ഞാൻ ഉക്രൈൻ പുള്ളിയോട് പറഞ്ഞു ഇത് വെള്ളമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവൻ പറഞ്ഞു അല്ല, അത് മിസ്റ്റടിച്ച് കിടക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. ഫുഡ് അടിക്കാൻ പറഞ്ഞാൽ പോവാണ്. ഇരുട്ടായിട്ടില്ല കേട്ടോ, ഇത് ഫുള്ള് ഇതുണ്ടോ, സമയം 9 മണിയായി. പോളണ്ടിൽ ഇരുട്ടെന്ന് പറഞ്ഞ സാധനമായിട്ടില്ല. നമ്മളെ മിക്കവാറും രാത്രി വിളിക്കലുണ്ടാവുള്ളൂ. ഫുള്ള് കുക്കിങ്ങും പരിപാടിയൊക്കെ ബേക്കിന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രൊഫഷണൽ കുക്ക് നമ്മളെ വിനുവേട്ടനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഫുഡും പരിപാടിയൊക്കെ ആക്കുള്ളൂ. അതായത് വീക്കെൻഡുകളിലൊക്കെ ആയിരിക്കും ബേക്കുകളിൽ സൗകര്യം കിട്ടും, എന്നിട്ട് നമ്മൾ ഫുഡാക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ വലിയ പണിയൊന്നും എടുത്തില്ല. ഉടായ്പ് വലിയ പണിയല്ല, ഒരു പണി എടുത്തിട്ടില്ല. നമ്മൾ രാവിലെ എണീറ്റു. നമ്മുടെ ഇവിടെ വേറൊരു വണ്ടി വന്നു കേട്ടോ. നമ്മുടെ വിനുവാട്ടം വണ്ടിയിൽ ഓർഡറിറക്കി പോയി. രാത്രി 11:50 വിളിച്ചു. ഞാൻ എണീറ്റ് ഏകദേശം ഒരു 3 മണി വരെ കുത്തിയിരുന്നു, പക്ഷേ അവരെന്നെ വിളിച്ചിട്ടില്ല. അപ്പം ഞാനിവിടെ ഉണ്ട്, നമ്മുടെ ഉക്രൈൻ ചങ്ങയുണ്ട് ഇവിടെ. സെർഗി കേട്ടോ, സെർഗി. ഇതാണ് പുള്ളീൻ്റെ വണ്ടി. അത് സ്കാനിയൻ്റെ വണ്ടി, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. സെർഗി, ഗുഡ് മോർണിംഗ്. ചായ വെക്കുക കേട്ടോ, ഞാൻ ചങ്ങാൻ്റെ കൂടെ കൂടിയിരുന്നു. No, normal. So, No, 1 minute. ഓക്കെ, ചായ വെക്കുക കേട്ടോ. ചായ അല്ല, കോഫി. ഞങ്ങൾ ഇത് ടാക്കോ പൊട്ടിക്കുന്ന കേട്ടോ. ടാക്കോ പൊട്ടിച്ചിട്ട് സെർഗി എഴുതി വെച്ചിരിക്കുന്നതാണ്. ടാക്കോ പൊട്ടിയിൽ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇതൊരു പഴയ സ്കാനിയൻ്റെ വണ്ടിയാണ്. എഴുതി വെച്ചതിൻ്റെ പറയുന്നത് അതുണ്ടോ. yesterday. Yesterday? Yes, I am. What problem? What problem? You time. here sleep? Time, yes. I am quickly go. Start go? No. I am go this place. Ah. I speed quickly. Only 1 minute. ഓക്കെ. അതായത് അവനിവിടെ എത്താൻ വേണ്ടി താമസിച്ചാണ് 1 മിനിറ്റ് കേട്ടോ. 1 മിനിറ്റ് താമസിച്ച. അപ്പോൾ ഇതാണ് അവൻ്റെ വണ്ടി. ഇത് സ്കാനിയാണ്. സ്റ്റിയറിംഗ് എല്ലാം കണ്ട പഴയ വണ്ടി കേട്ടോ. ഇത് പഴയ വണ്ടിയാണ്. Which model this truck? 2015 or 14? 2014 ട്രക്ക് കേട്ടോ. ഇതാ അവൻ്റെ ബെഡ്. Normal. നൈസ്. പാർക്കിംഗ് AC. പിന്നെ ഫ്ലോറൊക്കെ ഇവർ അടിപൊളിയാക്കി നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ഫ്ലോറെല്ലാം ഒരു ചെളിയോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതായത് താക്കോല. ഇവരുടെ വണ്ടിയൊക്കെ ഉണ്ട്. ഇങ്ങനൊരു സ്പേസ് ഉണ്ട് കേട്ടോ, എടുത്ത് വെക്കാൻ വേണ്ടിയൊക്കെ. നമ്മുടെ വണ്ടിയിൽ അതില്ല. വേറെയുള്ള ചില വണ്ടികളിലുണ്ട്, ഡഫ് അങ്ങനെയുള്ള വണ്ടികളിലുണ്ട്. ഇത് അടിപൊളി സ്പേസ് അല്ലേ. That is the window. ഓപ്പൺ? No open. Look this. This one? No. It's okay. This one? yes. Okay. സാധനം കഴുകാൻ പോവാം. ഉണ്ട് ഇവരുണ്ട്. എല്ലാ സാധനവും നല്ല കഴുകി വൃത്തിയാക്കി നല്ല മെനയാക്കി വെക്കും. നമ്മുടെ ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യത്തിൽ കുറച്ച് ബാക്കോട്ടെ. അതുകൊണ്ട് ഇതാണ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഒരു കച്ചറ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് അധികം വലിയ. കീവുകാരനാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ യുദ്ധത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ നമ്മളോട് ഉണ്ടായിരുന്ന
വിനുവാട്ട ലോഡർക്ക് രാത്രി 3 മണിയൊക്കെ ആകത്ത് ഇവിടുന്ന് പോയി കേട്ടോ. പുള്ളിനെ 1 മണിയാകത്ത് ഞാൻ വിളിച്ചു. ഇപ്പം പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇവൻ്റെ കൂടെ കൂടി. അപ്പം എനിക്ക് വേണ്ടിയുള്ള ഫുഡാണ് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഗ്യാസൊക്കെ തീർന്നിട്ടാണ് ഉള്ളത്. അപ്പം സാധനങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ചായ ആരും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡും പരിപാടി ഒക്കെ ഇഷ്ടപ്പെട്ട് നമ്മുടെ കൂടെ കൂടിയതാട്ടോ. നമ്മൾ ഇന്ന് ലോഡ് ഇറക്കി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടിക്കഴിഞ്ഞാൽ പോകാമായിരുന്നു. വിനുവാട്ടം ബേസ് കയറി. നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട്. സുജിയാടനൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്നിച്ച് കിട്ടുമായിരുന്ന അടിപൊളിയായിരുന്നു. ഇവരുടെ ഫുഡാട്ടോ ഇത്. ഇത് വാട്ട് ഈസ് ദിസ് മീറ്റ്? പിക്ക് പോർക്ക്. ആ താറാവ് കേട്ടാ. താറാവിൻ്റെ പച്ചറച്ചി പോലത്തെ ഇത് ഇങ്ങനെയൊക്കെ തിന്നാ. ഇത് ബ്രെഡ് അവനൊന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ കിടന്ന് ഉക്രൈനി ഫ്രണ്ടൊക്കെ ലോഡ് ഇറക്കാൻ വേണ്ടി പോയിട്ടോ. നമ്മൾ മാത്രമേ ഇവിടെ. ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. നമ്മളിവിടെ ഉണ്ട്. എപ്പോഴാണ് ഇനിയും വിളിക്കുന്നത് അറിയത്തില്ല. ഇവിടെ ഈ ഒരു കമ്പനി വന്ന് ഇങ്ങനെയാണ് കേട്ടോ. കുറേ സമയമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വിളിക്കുള്ളൂ. ഇപ്പോൾ സമയം ഉച്ചയാകാനായി 11 ഇതുവരെയും വിളിച്ചിട്ടില്ല. ഇതാ മെസ്സേജ് വന്നു കേട്ടോ ലോഡ് ഇറക്കണ്ടേ. അപ്പോൾ നമ്മൾ പോയി ലോഡ് ഇറക്കാനുള്ള പരിപാടിയാണ്. ഇനിയിപ്പം രാത്രിയായ സമയം പോവാട്ടോ. നമ്മളിത് കമ്പനി കയറി കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഇനി ലെഫ്റ്റാ? ഇതേ ഇവിടെ ഒരു ട്രെയിലർ പോകുന്നുണ്ട്. ഇതേ ഒരു ട്രെയിലർ പോകുന്നു. ഇങ്ങോട്ടല്ലേ പോണ്ടേ? ഇതിലേ ഇതിലല്ലേ ട്രെയിലറ്? ഇത് ഡാഗിനിക്ക് വഴി പറഞ്ഞു കൊടുക്കുന്ന തന്നെ കേട്ടോ. മാറ്റമൊന്നുമില്ല. ഈ ഫുള്ള് ബിൽഡിങ് കറക്കണോ? ആ ഇത് തന്നെയല്ലേ റോഡ്? അയ്യോ ലോഡ് ഇറക്കി വേണ്ടാണ് ഈ വഴിക്ക് പോണ്ടേ? അതാ പോയി എല്ലാം കൂടി. ഇത് ഇവന്മാർ ഒരു ഗൈഡ് പോലും തരുന്നില്ല. ആ ഇത് നമ്മുടെ വണ്ടിയെല്ലാം കാണുന്നു അപ്പുറത്ത്. ഗ്ലാസ് തള്ളിപ്പോന്നു. അല്ലേട്ടേ നമ്മളിപ്പോ പോണ്ടത് മറ്റേ എന്താ പറയാ ഇവിടുന്ന് യൂട്ടേൺ എടുത്തല്ലേ പോണ്ടേ? ഇങ്ങോട്ടല്ലേ പോണ്ടേ? ഓക്കെ ഓക്കെ. എന്നിട്ട് ആ മറ്റേ നമ്മുടെ ഫ്രണ്ട് ഓഫീസിലേക്ക് പോവാ. ഇങ്ങോട്ട് തന്നെ. സമയം ഇപ്പോൾ 10 മണിയായിട്ടോ. 10 മണിയായപ്പോൾ ലോഡ് ഇറക്കിയാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടിപ്പോയി. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലും മടി പിടിച്ചു പോയി പണിയെടുക്കാൻ. പണിയോട് ചെറിയ രീതിയിൽ മടുപ്പ് പോലെ തോന്നുകയൊക്കെ ചെയ്യും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ലോഡൊക്കെ ഇറക്കി നമ്മൾ നാളെ ബേസിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഒരു 140 കിലോമീറ്റർ ഇവിടുന്ന് ബേസ് കേട്ടോ. നമ്മളിപ്പോൾ ഈ പോകുന്ന തനി ഗ്രാമം വഴിയാണ് കേട്ടോ. നമുക്ക് റോഡ് പണിയായിട്ട് വണ്ടി തിരിച്ചു വിട്ടു കേട്ടോ. എന്നിട്ട് ലോക്കൽ റോഡിലാണ് ഇപ്പം വിടുന്നത് നമ്മളെ. ഉള്ള വീട് റെസിഡൻഷ്യൽ ഏരിയ ആണ്. അടിപൊളി വീട്, നമ്മുടെ നാട്ടിലൊക്കെ പോലത്തെ വീട് കേട്ടോ. എത്തിയിട്ടില്ല, നേരെ ഇരുട്ട് വരുന്നേ ഉള്ളൂ. കാട് പോലത്തെ സ്ഥലത്ത് കൂടെ നമ്മളിപ്പോൾ ഈ പോകുന്ന കേട്ടോ.
നമ്മൾ റോഡ് പണിയായിട്ട് കണ്ട റോഡ് ഇതിങ്ങനെയൊക്കെ ആയിരിക്കും കാണിക്കുക. അന്നേരം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിലെ പോകുമ്പോൾ പ്രേതം ഉണ്ടാവുമെന്ന് പേടിക്കണ്ട, അതേക്കൂട്ട് റോഡാ. 15 ടണ്ണിൻ്റെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ 15 ടണ്ണേ ഉള്ളൂ കേട്ടോ. ഇതണ്ട അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് 15 ടണ്ണ് വണ്ടി പോകാൻ പാടുന്നുണ്ട്. ഇത് 15 ടണ്ണിൻ്റെ പാലമാണ്. കട്ടക്കാടാ. നമ്മളിപ്പോൾ ചെറിയ റോഡിലായി ഓടിക്കൊണ്ടിരിക്കുന്ന 70 കിലോമീറ്റർ സ്പീഡുള്ള റോഡ് കേട്ടോ. ബേസിലേക്ക് ഇനിയിപ്പോൾ 85 കിലോമീറ്റർ. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വന്നു കഴിഞ്ഞാൽ പൊതുവേ നമ്മളെ ഇങ്ങനെയുള്ള റോട്ടിൽ കൂടെ ആയിരിക്കും വിടുക കേട്ടോ. ടോൾ റോട്ടിൽ കയറാറില്ല. ഇങ്ങനെയുള്ള സമയത്ത് നമ്മളെ സ്വന്തം ടോം നോക്കിയാണ് പോകാറ്. ഇപ്പോൾ S11 റോട്ടിൽ കയറി മഴ തുടങ്ങി. മുമ്പിൽ കണ്ട 3 വണ്ടി ഓവർടേക്കാണ്. 2 വണ്ടി ഓവർടേക്ക് കയറുന്ന കേട്ടോ. നമ്മളങ്ങനെ വട്ടം ചുറ്റി കറങ്ങി എങ്ങനെയൊക്കെ ഇവിടെ കയറി കിട്ടിയിട്ടുണ്ട്. പോസ്റ്റാൻ മെയിൻ ടൗണിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഉള്ള. നമുക്ക് ഇവിടുന്ന് വലത്തേക്കാണ് വേണ്ടത് കേട്ടോ. ട്രാമെല്ലാം കിടക്കുന്നുണ്ട് അവിടെ. അപ്പുറം ബസ്, ട്രാം. ആദ്യമൊക്കെ പേടിയാവും, പിന്നീട് വന്ന് ലെവലാവില്ല. പിന്നീട് പേടിയൊന്നും ഉണ്ടാവില്ല. റോഡൊക്കെ വളരെ അവത്താട്ടോ. റോട്ടിലൊക്കെ കടന്ന് ടയർ കറങ്ങി കളിക്കുകയെന്ന്. അതേക്കൂട്ട് റോഡ് മഴ പെയ്തിട്ട് തെന്നുന്നുണ്ട്. അത്യാവശ്യം വലിയ ടൗണിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് പോകുന്നത് കേട്ടോ. മെയിൻ ടൗണാണിത്. ഇത് പോസ്ന സെൻറ്ററാണ്. ഈ കിടക്കുന്ന ട്രാമാണ് കേട്ടോ. ട്രാമിന് സിഗ്നലുണ്ടോ? നമുക്ക് വല്ലാത്ത സിഗ്നൽ. അയാൾ ആ ട്രാം അങ്ങോട്ട് പോയി. റോഡൊരു ക്രോസാണോ പോകുന്നത്? അത് പോകാൻ വേണ്ടിയുള്ള സിഗ്നലായിരുന്നു കേട്ടോ. ആ പോയി. ഇനിയിപ്പോൾ നമുക്ക് സിഗ്നൽ വരും. വന്നു. റോട്ടിലൊക്കെ കണ്ടോ ഒരു മനുഷ്യനില്ല കേട്ടോ. ഇവിടെ എല്ലാം കണ്ട എന്താ അവസ്ഥ എന്നുണ്ട. സമയം 11 മണി ആയതേ ഉള്ളൂ രാത്രി. എല്ലാവരും അടച്ച് വീട്ടിൽ പോയി. ഗൾഫിലൊക്കെയാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഫുള്ള് ആളും ബഹളവും തിരക്കുമായിരിക്കും. എവിടെ പോകണ്ട. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലെ ഒരു ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 10-11 മണിക്ക് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല ആളുകൾ ഉണ്ടാവില്ലേ. ഇവിടെ അതില്ല കേട്ടോ. എല്ലാവരും ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും വീട്ടിൽ പോയി കിടന്നുറങ്ങുമെന്ന് തോന്നുന്നു. ഇവിടെ നല്ല വിജനമായി കിടക്കുക. മഴയാന്ന് കേട്ടാ. മഴേൻ്റെ ഇതാണ്. നമ്മളെ ലോക്കൽ റോഡിൽ തന്നെയാണ് ഈ പോകുന്നത്. റോഡൊക്കെ കണ്ട. ഇങ്ങനെയുള്ള റോഡുകൾ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം റോഡ് ശ്രദ്ധിക്കണം. ഇവിടെയുള്ള ആളുകൾ പ്രയോറിറ്റി നോക്കി അവർ വണ്ടിയും കൊണ്ട് വെടിയും പോകുമ്പോൾ വരും കേട്ടോ ചിലവർ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് വേണം വണ്ടി കൊണ്ട് പോകാൻ വേണ്ടി. നമ്മുടെ വീട്ടിലെത്താനായി കേട്ടോ. നമ്മുടെ ബേസിൽ ഏകദേശം എത്തി. ഇവിടെ ഒരു മാതാവിൻ്റെ ഗ്രോട്ട ഉണ്ട്. അവിടെ എല്ലാവരും വന്നിട്ട് പോകും. അവിടെ പോയി കാണാനില്ലല്ലോ. ഇതാ ഈ ഗ്രോട്ടയിൽ എല്ലാവരും വന്നിട്ട് പോകുള്ളൂ കേട്ടോ വണ്ടി കൊണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഇതാന്ന് പറയുന്നത്. അടിപൊളി ഇതാണ്. ഇതാണ് നമ്മുടെ ബേസ്. എല്ലാവരും ഉറങ്ങിയാകുമ്പോ എന്താന്ന് അറിയത്തില്ല. ഒറ്റ മനുഷ്യ അതില്ല. ഇതാണ് മെൽവിൻ. ഇതവിടെ പ്രസവയുടെ അവിടെ മുത്ത്. മുത്താ അല്ല ഇത് കിടന്ന് വന്നിപ്പോ എന്ത് കാര്യത്തിന് വെറുതെ നിങ്ങൾ 3.5 മണിക്കൂർ കൊണ്ട് വരണം. നീ 1 മണിക്കൂർ കൊണ്ട് എത്തിയാ കഴിവ് സമ്മതിക്കണ്ടല്ലേ. ഇയാൾ എന്നെ ഇന്നലെ ഉണ്ടല്ലോ അവിടെ ഇട്ടിട്ട് വന്നാ വൃത്തിയോടാണ്.
ഇവരെ ലോകത്തെണ്ടിയാണ്, ചെറ്റാണ്, കള്ളനാണ്, നിങ്ങളെ പറഞ്ഞ ഒക്കെ പറ്റിക്കാണ്. ഒരു കാരണവശാലും ഇവന്മാരാണെന്നൊന്നും വിശ്വസിക്കരുത്, എന്നും വിശ്വസിക്കരുത്. ഞാൻ വന്നിട്ടെ അതല്ല നീ എനിക്ക് കൊണ്ട് വന്ന് ചെക്കനെ വണ്ടി പോയി സൈഡായി കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട കൂടെ കുടിക്കും. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോയും പരിപാടിയൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ശരി.